സെപ്റ്റംബർ 5-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ എന്ന നിലയിൽ 5 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റുന്നത്. ഗോവ നിയമസഭാ മുൻ സ്പീക്കറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പുതിയ ഗവർണർ. 1980കളിൽ ഗോവ BJPയിൽ ആജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. 2015-ലെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ വനം മന്ത്രിയായി. 2021-ൽ ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി നിയമിതനായി. പിന്നീട് 2023-ൽ ബീഹാർ ഗവർണറുമായി. ചെറുപ്പം മുതൽ RSS പ്രവർത്തകനായിരുന്നു അർലേക്കർ. ജനറൽ VK സിംഗിനെ മിസോറാം ഗവർണറായി നിയമിച്ചു. മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ല മണിപ്പൂർ ഗവർണറാകും. ഡോക്ടർ ഹരിബാബു കമ്പംപാട്ടിയാണ് പുതിയ ഒഡീഷ ഗവർണർ. ഗവർണർമാരെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കി. അതേസമയം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തുന്നത്. നിലവിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമായ ബീഹാറിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തുമ്പോൾ BJPക്ക് രാഷ്ട്രീയ കരുനീക്കം എളുപ്പമാകുമെന്നതാണ് കണക്കുകൂട്ടൽ. സീ മലയാളം ന്യൂസ്, ദില്ലി, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.